നമ്മൾ റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടിലിൻ്റെ ഹെഡിൻ്റെ പൊസിഷൻ എവിടെ വരണം, അലമാറയുടെ പൊസിഷൻ എവിടെ വരണം, അതേപോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് എവിടെ വരണം, ഇതെല്ലാം വാസ്തുവായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ഏത് സമയത്ത് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ശരിക്കും പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡിസൈനിങ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നമുക്ക് ആ സമയത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം വരുന്നത് വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നെയാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് കരുതിയാൽ നമ്മൾ വാസ്തുപരമായിട്ട് റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡ് വെക്കുന്ന പൊസിഷൻ കുറച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് തന്നെ കിഴക്കോട്ട് നമുക്ക് തലവെക്കാം, അതേപോലെ തെക്കോട്ട് തലവെച്ച് കിടക്കാം, പിന്നെ പടിഞ്ഞാറോട്ടും. ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് കിഴക്കും, സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് തെക്കുമാണ് വരുന്നത്. പിന്നെ നമുക്ക് തലവെക്കാൻ പറ്റാത്ത ഒരു പൊസിഷൻ വരുന്നത് വടക്കോട്ടാണ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൂമിന്റെ ഇലക്ട്രിക്കൽ പോയിന്റ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മളൊരു റൂമിൽ വയറിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ വാസ്തുപരമായിട്ട് നോക്കി ഹെഡിന്റെ പൊസിഷനൊക്കെ നോക്കി റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറിങ്ങിന്റെ പൊസിഷൻ, ഇലക്ട്രിക്കൽ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും, സ്വിച്ച് ബോർഡിന്റെ പൊസിഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ എക്സ്പെൻസ് ഇതിൽ വരും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ആദ്യമേ ഇന്റീരിയർ ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ പ്ലാനോ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീടിന്റെ റിയാലിറ്റിയിലേക്കുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ വീടിന്റെ പ്ലാനിങ് മുതൽ അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ ഇന്റീരിയർ വർക്ക്, അതും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വീടിന്റെ ചാവി തരുന്നത് വരെ വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ വർക്ക് ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ തീർത്തു തന്നിരിക്കും. അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.